പ്രജിത്ത്, മുഖ്യമന്ത്രി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ വീടുകൾ ഇനി ജപ്തി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഈടായി വീടാണ് വയ്ക്കുന്നതെങ്കിൽ ജപ്തി നടപടികൾ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷവും നിരവധി വീടുകൾ ജപ്തി ചെയ്തു. പക്ഷേ അതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഫലവത്തായില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം തന്നെയല്ലേ ഇത്? കൃത്യമായി പറയുകയാണെങ്കിൽ ഫെബ്രുവരി 10-നാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസംഗം നിയമസഭയിൽ നടത്തുന്നത്. അതായത് ഈ സർഫാസി നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ജപ്തി, അതായത് ഈട് നൽകിയിരിക്കുന്ന വസ്തുക്കൾ അത് വീടുള്ള വസ്തുവാണെങ്കിൽ അത് ജപ്തി ചെയ്യരുത് എന്നുള്ളൊരു പൊതുവിലുള്ളൊരു ധാരണയുണ്ട്. അത്തരത്തിലുള്ളൊരു നിർദ്ദേശം പൊതുവിൽ സഹകരണ സംഘങ്ങൾക്കും സഹകരണ ബാങ്കുകൾക്കും ഒക്കെ നൽകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അതായത് വീടുള്ള ഇത്തരം സംവിധാനങ്ങളെ, വീടുള്ള ഭൂമിയുള്ള ആ സ്ഥലങ്ങളെ ഈട് വെച്ചിരിക്കുമ്പോൾ ഒരു കാരണവശാലും ജപ്തി ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളത് മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് നൽകുന്ന ഒരു ഉറപ്പായിട്ടാണ് അന്നതിനെ വ്യാഖ്യാനിച്ചത്. വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. സൈബർ ഹാൻഡിലുകളൊക്കെ ഈ പറയുന്ന രീതിയിൽ സഹകരണ സംഘങ്ങളിലെ ലോൺ എടുത്ത് വീട് വഴിയാധാരമാകില്ലെന്നൊരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകി എന്ന രീതിയിലൊക്കെ വലിയ പ്രചാരണവും അതിന് നൽകിയിരുന്നു. പക്ഷേ പിന്നീടുള്ള നാളുകളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പലതവണ സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി ഈ സഭയിൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ എന്നുള്ളത് ഒരു തവണ പോലും ഇത് സംബന്ധിച്ച ഒരു വിവരവും വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറായിരുന്നില്ല, സഹകരണ വകുപ്പ് തയ്യാറായിരുന്നില്ല. ഒടുവിൽ നമ്മൾ വിവരാവകാശ പ്രകാരം ഇത്തരത്തിൽ വീടുള്ള ഭൂമികൾക്ക് ജപ്തി നടപടികൾ ബാധകമാക്കരുത് അല്ലെങ്കിൽ ജപ്തി ചെയ്യരുതെന്നുള്ള നിർദ്ദേശം സഹകരണ വകുപ്പ് നൽകിയിട്ടുണ്ടോ, സഹകരണ സംഘങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് സഹകരണ വകുപ്പ് പറഞ്ഞത് ഇതിന് മറുപടി നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഇത്തരം ചോദ്യങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്നടക്കമുള്ള വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ചാണെന്ന് സഹകരണ വകുപ്പ് മറുപടി നൽകുന്നത്. അതായത് മുഖ്യമന്ത്രി നിയമസഭയിൽ വലിയൊരു പ്രഖ്യാപനം നടത്തുന്നു, ഇത് വലിയ ആഘോഷമാക്കുന്നു. ഈ 5 സെന്റും 10 സെന്റും വസ്തുവുള്ള അല്ലെങ്കിൽ സ്വന്തം വീടിരിക്കുന്ന വസ്തു വെച്ച് ലോൺ എടുത്ത് ചിലപ്പോൾ സാമ്പത്തിക പ്രാരാബ്ധം കൊണ്ട് അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ കടക്കണിലായിപ്പോയ ലക്ഷക്കണക്കിന് മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്വന്തം നാട്ടിലെ സഹകരണ സംഘങ്ങളെയൊക്കെ വിശ്വസിച്ച് ഇത്തരത്തിൽ ലോണുകൾ എടുക്കുകയും പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ പോയർക്കണം. അവരൊക്കെ വലിയ രീതിയിൽ ആശ്വാസം കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ പറയുന്നത് വീടുള്ള ഭൂമികൾ തങ്ങൾ തൽക്കാലം ജപ്തി ചെയ്യരുത് എന്നുള്ള സഹകരണ സംഘങ്ങൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കുമെന്നുള്ളത്. എന്നാൽ ഈ പ്രഖ്യാപനത്തിനപ്പുറം, പ്രഖ്യാപിച്ച് ജനങ്ങളെ പറ്റിച്ചതിനപ്പുറം ഒരു നിർദ്ദേശവും ഒരു ഉത്തരവും ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർക്കുലറോ ഒന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഹകരണ സംഘങ്ങൾക്ക് പോയിട്ടില്ല. ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഇക്കാര്യത്തിൽ സഹകരണ വകുപ്പോ സർക്കാരോ സ്വീകരിച്ചില്ല. അത് സംബന്ധിച്ച ചോദ്യങ്ങളോട് സർക്കാർ മുഖം തിരിച്ചു. അത് സംബന്ധിച്ച വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങളോട് പോലും സർക്കാർ നിയമവിരുദ്ധമായ നിലപാട് സ്വീകരിച്ച സാഹചര്യമുണ്ട്. ഇപ്പോഴും അതിന്റെ ഫസ്റ്റ് അപ്പീലൊക്കെ കൊടുത്ത് നമ്മൾ കാത്തിരിക്കുകയാണ്. ഏത് രീതിയിൽ സർക്കാർ ഈ പ്രഖ്യാപനം നടത്തിയതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം, ഒരു ഉത്തരവായി അല്ലെങ്കിൽ ഒരു വകുപ്പുകൾക്കുള്ള ഒരു അറിയിപ്പായി, അത് ഒരു സർക്കുലറായി എങ്കിലും നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. അതായത് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഈ പറയുന്ന ലോണുകൾ അല്ലെങ്കിൽ ജപ്തി നടപടികൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശവും സർക്കാർ സഹകരണ സംഘങ്ങൾക്ക് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾക്ക് നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഈ വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. പറഞ്ഞ ദിവസത്തിനേക്കാളും മുൻപ് എത്തി വീട് ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ സ്വന്തം വീട്ടു സാധനങ്ങൾ പോലും എടുത്തു മാറ്റാൻ സഹായിക്കാത്ത അല്ലെങ്കിൽ സഹകരിക്കാത്ത ഒരു രീതിയിലേക്ക് ഈ പറയുന്ന ബാങ്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യത്വപരമായ ഒരു ഇടപെടലിന് പോലും സഹകരണ സംഘങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. സഹകരണ സംഘങ്ങളെയൊക്കെ ചേർത്ത് കേരള ബാങ്ക് രൂപീകരിക്കുമ്പോഴും സർക്കാർ പറഞ്ഞത് സഹകരണ സ്ഥാപനങ്ങളുടെ ഒരു മാനുഷിക മുഖമുണ്ട്, അത് തങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്നൊക്കെയായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടികൾക്ക് പോലും, അത്തരത്തിലുള്ള ഒരു മനുഷ്യപരമായ ഒരു ഇടപെടലിന് പോലും സഹകരണ സംഘങ്ങൾ തയ്യാറാകാത്ത ഒരു സാഹചര്യം, കേരള ബാങ്ക് തയ്യാറാകാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അവിടെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസംഗം അത് ജനങ്ങളെ വഞ്ചിക്കാനായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. ദേവിക. ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപ്, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.